എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. CPO WCP നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി തന്നെ എല്ലാവർക്കും അത്യാവശ്യം ഉണർവൊക്കെ വന്നിട്ടുണ്ട്. പഠിക്കാൻ തീരുമാനിച്ചു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ കുറേ ആളുകളുടെ സംശയമാണ് ഇപ്പോഴേ റാങ്ക് വാങ്ങിക്കാനുള്ള തുടക്കങ്ങളാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആദ്യ റാങ്കിലേക്ക് എത്തുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളാണ്. എന്നാലും ആദ്യമായി എക്സാം എഴുതുന്നവർക്കൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി, എങ്ങനെയാണ് പഠിച്ചു തുടങ്ങുന്നത്? ഇതിന് 5-6 മാസമുണ്ട്. തുടക്കം തന്നെ പിഴച്ചു കഴിഞ്ഞാൽ മൊത്തം പിഴയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠനം തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് അവസാനം വരെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതില്ലെങ്കിൽ നിങ്ങൾ ആവേശത്തിന്റെ പുറത്തായത് 1 മാസമൊക്കെ നിങ്ങൾ തകർത്ത് പഠിക്കും, പിന്നീട് അങ്ങോട്ട് ആ ഫ്ലോ ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന CPO WCPO പരീക്ഷയിൽ ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ പഠന രീതി എങ്ങനെ ആയിരിക്കണം എന്നാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്കിത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫലവത്താകുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിനൊന്നും ഷോർട്ട് കട്ട് ഒന്നുമില്ല. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇതിന്റെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യം, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടോ, പക്ഷെ നിങ്ങൾ വേറൊരു ടൈമിലായിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ റാങ്കിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ഷോർട്ട് കട്ട് സാധനങ്ങളൊന്നുമില്ല. ഒരു പരീക്ഷയ്ക്കും റാങ്ക് വാങ്ങിക്കാനായിട്ട് ഷോർട്ട് കട്ട് ഇല്ല. നന്നായി പഠിക്കുക, നല്ല എഫക്റ്റീവായിട്ട് എഫേർട്ട് ഇട്ട് പഠിക്കുക എന്നുള്ളതല്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് ഈ 5 മാസങ്ങളിൽ പഠിച്ചു പോകേണ്ടത്, എന്തിനാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, ആ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ബേസ് ശരിയാക്കുന്നതിലാണ്. ബേസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിന്റെ മാത്സിന്റെ ആ ബേസ് അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ബേസ് എന്ന് പറയുമ്പോൾ കോർ ടോപ്പിക്സ് ആണ്. ആദ്യത്തെ 3 മാസം ഈ കോർ ടോപ്പിക്സ് പഠിക്കുന്നതിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്കിലേക്ക് പോകുന്നത്. നിങ്ങൾ ഈ കോർ ടോപ്പിക്സ് പല ആളുകളും പഠിക്കും, പക്ഷേ അവസാനത്തെ 2 മാസത്തിലേക്കൊക്കെ പോകുമ്പോഴായിരിക്കും നിങ്ങൾ മിക്കവാറും ഈ ടോപ്പിക്കൊക്കെ പഠിച്ചു പോകുന്നത്. എല്ലാം അവസാനം ഒരു അവിയൽ പരുവത്തിലേക്ക് എത്തി. എല്ലാ സിലബസും നിങ്ങൾ ഫുൾ ചിലപ്പോൾ കവർ ചെയ്യും, പക്ഷേ അതിന് പ്രയോറിറ്റൈസ് ചെയ്ത് കോർ ഫോക്കസ് ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റില്ല. ചിലപ്പോൾ കട്ട് ഓഫ് ഒക്കെ നിങ്ങൾ ആ ബാരിയറൊക്കെ ബ്രേക്ക് ചെയ്ത് പോകുമായിരിക്കും, പക്ഷേ മെയിനായിട്ടും ആ ഒരു നല്ല മാർക്ക് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് നമ്മുടെ ഈക്വൽസിന്റെ CPOയ്ക്കും WCPയ്ക്കും സെപ്പറേറ്റ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. വെറും 899 രൂപയാണ് ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത്. 6 മാസത്തെ കോഴ്സിന് വെറും 899 രൂപയേ ഉള്ളൂ. എല്ലാ ദിവസവും എക്സാംസ് ഉണ്ടാവും. SCRTയുടെ ഏറ്റവും പുതിയ പുസ്തകങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. ഡെയിലി വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിന്റെ നോട്ട്സുകൾ ടെലഗ്രാമിൽ ലഭിക്കും. പഠിക്കണം. എല്ലാ ദിവസവും എക്സാംസ് ഉണ്ടാവും. സൺഡേ വീക്ക്ലി എക്സാംസ് ഉണ്ടാവും. മന്ത്ലി റിവിഷൻ എക്സാംസ് ഉണ്ടാവും. അപ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. എല്ലാ ദിവസവും എക്സാം എഴുതണമെന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ ഇതിനകത്ത് പറയുന്നുള്ളൂ. കൃത്യമായിട്ട് പഠിക്കുക. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ CPOയ്ക്ക് നമുക്ക് റിസൾട്ട് വരുന്നുണ്ട്. CPOയ്ക്ക് മാത്രമാണ് അത് വരുന്നത്. CPO WCPയ്ക്ക് ഫോഴ്സിനാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. 1000-1500 കുട്ടികൾ ഇതുവരെ നമ്മുടെ ബാച്ചുകളായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുടെ താഴെ നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രയോറിറ്റി എന്നാണ് നോക്കുക. റാങ്ക് വാങ്ങുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത്, ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഭാഗങ്ങളാണ് സ്റ്റാറ്റിക് ആയിട്ട് വരുന്ന കുറേ ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങളിൽ നിന്ന് മാർക്ക് വാങ്ങിയാൽ മാത്രമേ ശരിക്കും നിങ്ങൾക്ക് റാങ്ക് വാങ്ങാൻ പറ്റൂ എന്നുള്ളതാണ്. അത് ഏതാണ് സ്റ്റാറ്റിക് ആയിട്ടുള്ളത്, കൃത്യമായിട്ട് നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ മാർക്ക് വാങ്ങാൻ പറ്റുന്നതുമായ ഭാഗങ്ങൾ. എല്ലാം മെനക്കെട്ടാൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റും, പക്ഷേ ഈ ഭാഗങ്ങൾ വലിയ ചോദ്യങ്ങളുടെ പാറ്റേണിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അത് നമ്മൾ നോക്കുമ്പോൾ CPO പരീക്ഷ സംബന്ധിച്ചിടത്തോളം WCPO 90 മാർക്കൊന്നും വാങ്ങിക്കേണ്ട, 100 മാർക്കൊന്നും വാങ്ങിക്കേണ്ട. പക്ഷേ 60 മുകളിലേക്കുള്ള മാർക്ക് എന്തായാലും ഇനി അങ്ങോട്ട് വാങ്ങിയേ പറ്റത്തുള്ളൂ. അതാണ് ഒരു സേഫ് സോൺ എന്ന് പറയുന്നത്. 60 മുകളിലേക്കുള്ള മാർക്കാണ്. ചിലപ്പോൾ അതിന് താഴേക്കൊക്കെ ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്, പക്ഷേ സേഫ് സോൺ എന്ന് പറയുന്നത് 60+ മാർക്കാണ്. അപ്പോൾ ആ ഒരു 60 ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. ആ 60 ബ്രേക്ക് ചെയ്യാനുള്ള മാർക്കുകൾ നിങ്ങൾ ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ തീർക്കണം. അതേ ഉള്ളൂ. ഒറ്റ പോയിന്റിൽ വേണമെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റ പോയിന്റേ ഉള്ളൂ. 2 മാസം കൊണ്ട് തീർക്കുക എന്ന് പറയുന്നത് ഈശ്വരി അത് എന്താണ് ഹിമാലയൻ ടാസ്ക് ആണ്. ഞാൻ അത് പറയുന്നില്ല. 3 മാസം കൊണ്ട് നിങ്ങൾ 60 മാർക്ക് തീർക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ റാങ്ക് വാങ്ങിയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. തീർക്കുക എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഇൻക്ലൂഡിങ് ദ റിവിഷൻ ആണ്. അപ്പോൾ ഏതാണ് അത്രയും മാർക്ക് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആ മാർക്കുകൾ, ആ പോർഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് സ്പെഷ്യൽ ടോപ്പിക്കാണ്. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക്. അത് നിങ്ങൾ ഡിസംബറിലാണ് പഠനം തുടങ്ങുന്നതെങ്കിൽ ജനുവരി ആകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ സ്പെഷ്യൽ ടോപ്പിക്ക് തീർക്കാൻ പറ്റണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് ഒരു ദിവസം 3 ദിവസം 4 ദിവസം ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. മിക്സപ്പ് ചെയ്ത് വേണം പോകാൻ. നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിനോടൊപ്പം മറ്റു ടോപ്പിക്കുകൾ, അത് ഞാൻ ഈ പറയുന്ന ഏത് ടോപ്പിക് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ 1 മാസത്തിനുള്ളിൽ കവർ ചെയ്യാൻ നോക്കുക. 20 മാർക്കിന്റെ ടോപ്പിക്കാണ്. 1 മാസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്.
എത്ര പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് കവർ ചെയ്യുക. അത് കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ വെറുതെ കവർ ചെയ്യുകയല്ല, പ്രോപ്പർ റിവിഷൻ ഇൻക്ലൂഡിംഗ് ദ റിവിഷൻ ആണ്. അതായത് നിങ്ങൾ 5 ദിവസം സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുന്നുണ്ടെങ്കിൽ 6ാമത്തെയും 7ാമത്തെയും ദിവസവും ഈ 5 ദിവസം പഠിച്ച ടോപ്പിക്കിന്റെ റിവിഷൻ ആയിരിക്കണം ചെയ്യേണ്ടത്. അല്ലാതെ ഈ 7 ദിവസം ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക് പഠിക്കരുത്. 5 ദിവസം പഠിക്കുക, 2 ദിവസം അത് വീണ്ടും റിവൈസ് ചെയ്യുക, വീണ്ടും 5 ദിവസം പഠിക്കുക, 2 ദിവസം വീണ്ടും റിവൈസ് ചെയ്യുക. ഇങ്ങനെ വേണം പഠിച്ചു പോകാൻ. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് അപ്പോൾ 20 മാർക്ക് അവിടെ തീരും. പിന്നെ വരുന്നത് മാത്സ് ആണ്. മാത്സ് നോക്കിയേ, മാത്സ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിനാണെങ്കിൽ പോലും എല്ലാവരും പറയുന്നത് മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ചോദ്യങ്ങളുടെ പാറ്റേണിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 2 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ ഒരു 2021 മുതൽ വരുന്ന ചോദ്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ 1-2 ചോദ്യങ്ങൾ വരുന്നതല്ലാതെ വലിയ മാറ്റം. ആ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും അല്ല. അപ്പോൾ മാത്സിൽ നിന്ന് 10 മാർക്കിൽ നിന്ന് 8 എണ്ണം അല്ലെങ്കിൽ 9 എണ്ണം വരെ, ഒരെണ്ണം എന്തായാലും PSC തെറ്റിക്കുമായിരിക്കും, അതിൽ 8 എണ്ണം 9 എണ്ണം വരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഭാഗമാണ്. സോ നിങ്ങൾ ഈ മാസം മുതൽ തന്നെ മാത്സും തുടങ്ങണം. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിനോടൊപ്പം തന്നെ മാത്സും, അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് 2 മണിക്കൂർ സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിൽ 1 മണിക്കൂർ മാത്സിന് വേണ്ടി മാറ്റി വെക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുപോകുക. ഒരു ദിവസം നിങ്ങൾ ഒരു 5 മണിക്കൂർ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. 5 മാസത്തെ ടൈമേ ഉള്ളൂ, അതുകൊണ്ട് 5 മണിക്കൂറെങ്കിലും ഒരു ദിവസം മാറ്റി വെക്കുക. അത് ഇനിയിപ്പോൾ ഉറക്കമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്ത ടോപ്പിക് ഏതാണ്? 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് കഴിഞ്ഞു, 10 മാർക്ക് മാത്സ് കഴിഞ്ഞു. അടുത്ത 10 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിന്റെ 10 മാർക്കും നിങ്ങൾക്ക് ഒരു 1.5 മാസം എടുക്കും. പുതിയ ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ടൈമൊക്കെ എടുത്തു പോകും. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ഇനി ഇംഗ്ലീഷ് ആണെങ്കിലും ആകപ്പാടെ വരുന്നതെന്ന് പറഞ്ഞാൽ വൊക്കാബുലറി പോർഷനിൽ നിന്ന് 1-2 മാർക്ക് പോകുന്ന ഗ്രാമർ പോർഷനൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഫുൾ മാർക്കും 5-ൽ 5 മാർക്കും ഗ്രാമർ പോർഷനിൽ നിന്ന് മാർക്ക് വാങ്ങാൻ പറ്റും. വൊക്കാബുലറി ആണെങ്കിലും റെപ്പറ്റീഷൻ നന്നായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞൊരു 4 വർഷത്തെ PQ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ വൊക്കാബുലറിയിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം ഏതാണ്, ഏത് വേർഡ്സ് ആണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു 2 മാസത്തിനിടയിൽ നിങ്ങൾ എന്ത് തീർക്കണം? ഉറപ്പായിട്ടും സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്യണം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈസി ആണെന്ന് ഞാൻ പറയില്ല. ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴും മാത്സ് പറഞ്ഞപ്പോഴും ഞാൻ ഈസി ആയിട്ട് തീർക്കാന്ന് പറഞ്ഞു. മലയാളം ഞാൻ ഒരിക്കലും ഈസി ആണെന്ന് പറയത്തില്ല. കാണുമ്പോൾ വളരെ ഈസി ആണെങ്കിലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാർക്ക് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മലയാളമാണ്. മലയാളം 1 മാസം കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ തീർക്കാൻ നിൽക്കരുത്. ടൈം എടുക്കുക. മലയാളമൊക്കെ 10ാം ക്ലാസ്സിലായിരിക്കും നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു ബന്ധവും കാണത്തില്ല. ബാക്കിയുള്ളതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മലയാളം ഞാൻ റിക്വസ്റ്റ് ആയിട്ട് തന്നെ പറയുകയാണ്, നിങ്ങൾ 2-3 മാസം എടുത്തിട്ട് വേണം മലയാളം തീർക്കാൻ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പഠനം തന്നെ വേണം. നല്ല ക്ലാസ്സുകൾ കണ്ടു വേണം മലയാളം പഠിക്കാൻ. വെറും റാങ്ക് ഫയൽ വാങ്ങിച്ചുകൊണ്ട് മാത്രം മലയാളം ക്ലാസ് അല്ലെങ്കിൽ മലയാളത്തിന്റെ പരീക്ഷ ഈ പറയുന്ന മലയാളം ടോപ്പിക് ആൻസർ ചെയ്യാൻ വേണ്ടി പോകരുത്. അത് മണ്ടത്തരമായിരിക്കും. എൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മദർ ടങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആണെന്ന് തോന്നും. ചോദ്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് റാങ്ക് ഫയൽ വായിക്കുന്ന സമയത്ത് ഇത് ഉചിതം അനുചിതം ഇങ്ങനെ നമ്മൾ വായിച്ച് പോകുന്നൊരു പരിപാടിയുണ്ട്. പക്ഷേ എക്സാം ഹാളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇത് കയ്യിൽ നിന്ന് മൊത്തം പോകും. നെഗറ്റീവ് മാർക്കിന്റെ അയ്യേര് കളിയായിരിക്കും. സോ മലയാളത്തിന് ഇംഗ്ലീഷും മാത്സും പോലെ അല്ല, കുറച്ചുകൂടി ടൈം കൊടുക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 2-3 വർഷം കൊണ്ട് ഈ നെഗറ്റീവ് മാർക്ക് കുട്ടികൾ കൂടുതൽ വരുന്നതുകൊണ്ടാണ് ഈ പോയിന്റ് ഞാൻ പറയുന്നത്. സോ മലയാളത്തിന് കുറച്ചുകൂടി ടൈം കൊടുക്കുക. സോ ഫസ്റ്റ് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ തന്നെ എത്ര മാർക്കായി? 50 മാർക്കായി. 50 മാർക്ക് നിങ്ങളുടെ കയ്യിൽ കയറി കഴിഞ്ഞു. ഈ 50-ൽ നിന്നൊരു 40-43 മാർക്സ് ഈസി ആയിട്ട് കിട്ടും. ഒരു കുഴപ്പമില്ല. സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന യാതൊരു ചാൻസ് ഞാൻ കാണുന്നില്ല. പറയാൻ പറ്റൂല. കഴിഞ്ഞ തവണ ഈസി ആയിരുന്നു, അതുകൊണ്ട് ഇത്തവണ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയാം. എന്നാലും 41, ഒരു 20-ൽ നിന്ന് ഒരു 15-16 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുമോ? ഒരു 42 മാർക്ക് നിങ്ങൾ ഈ 50 മാർക്കിൽ നിന്ന് ഉറപ്പായിട്ടും സ്കോർ ചെയ്യണം. ഈ 50-ൽ നിങ്ങൾക്ക് 40-നേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ, ഈ 50-ൽ നിങ്ങൾക്ക് 40-നേക്കാൾ മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ 65-ന് മുകളിലേക്ക് പോയിരിക്കും. ഈ 50 മാർക്കിൽ 40 മാർക്കിൽ കൂടുതൽ വാങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ സ്ട്രാറ്റജി. അല്ലെങ്കിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ കാര്യത്തിനാണ്. അതിൽ യാതൊരു സംശയം വേണ്ട. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ കോർ ആയിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഈ 50 മാർക്കിലാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കപ്പെടുന്നത്. ഈ 50 മാർക്കിൽ 40+ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 65 റാങ്കിലേക്ക് എന്ന് പറയുന്ന പോയിന്റ് ഞാൻ വിട്ടുകളയാണ്. 65-ന് മുകളിലേക്കുള്ള മാർക്കിലേക്ക് പോകാൻ പറ്റും. ഇനി അടുത്ത കൊടുക്കേണ്ട ഏത് ഭാഗമാണ്? ഹിസ്റ്ററി ആണോ, ജോഗ്രഫി ആണോ? അല്ല, അടുത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. 8 മാർക്കുള്ള ഭാഗമാണ്. പക്ഷേ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഭാഗമാണ്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസിയാണ്. നന്നായി മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു തവണ പഠിച്ചാൽ അത് മറന്നു പോകുന്ന സാധനമൊന്നുമല്ല. നമുക്ക് ആവശ്യമുള്ള സാധനമാണെന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഈസിയാണ്. സോ അടുത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് ഇത് നിങ്ങൾ ഒരെണ്ണം തീർത്തിട്ട് ഒരെണ്ണം തീർക്കുന്ന പരിപാടിയിലേക്ക് ഒരിക്കലും പോകരുത്. ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് തീർത്തു, അത് കഴിഞ്ഞ് മാത്സിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് ഇംഗ്ലീഷ്, ആ ഒരു പരിപാടി വേണ്ട. അത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അവസാനത്തെ 2 മാസം നമ്മൾ വീണ്ടും റിവിഷന് വേണ്ടി കൊടുക്കേണ്ടി വരും. അതിന് പകരം ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് 2 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മാത്സ്, 1 മണിക്കൂർ ഇംഗ്ലീഷ്, അരമണിക്കൂർ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ലാംഗ്വേജ് തന്നെ 2 എണ്ണം വരുമ്പോഴത്തേക്ക് അത് മൈൻഡ് സ്റ്റോർ ചെയ്യാനുള്ള കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടും. കുറച്ചുകൂടെ അവിടെ സ്റ്റോർ ചെയ്തിരിക്കാനുള്ള ചാൻസ്
കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് തന്നെ പഠിക്കുക. ഒരു ദിവസം തന്നെ ഒരു 3-4 ടോപ്പിക്ക് കവർ ചെയ്യുന്ന രീതിയിൽ, അത് പല ടൈമിലെ, അതായത് ഇപ്പോൾ 7 മണി തൊട്ട് രാത്രി 10 മണി ഇരിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ സ്പെഷ്യൽ ടോപ്പിക്ക്, 1 മണിക്കൂർ മലയാളം, അങ്ങനെ പോകരുത്. രാവിലെ ഒരു ഷിഫ്റ്റിൽ നിങ്ങൾ മലയാളം വായിക്കുന്നു, വൈകിട്ട് ഷിഫ്റ്റിൽ ഇംഗ്ലീഷ് വായിക്കുന്നു. അങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒരു 5 മണിക്കൂർ എടുക്കുന്നതായിരിക്കും. നമ്മൾ ഒറ്റ ഒരു ഇരിപ്പിലിരുന്നിട്ട് 8 മണി മുതൽ 12 മണി വരെ ഇരുന്നിട്ട് പഠിക്കാൻ നോക്കരുത്. മണ്ടത്തരമാണ്. ഈ പഠിക്കുന്നത് വേസ്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ എടുക്കുന്ന ടൈം കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ബ്രേക്കൊക്കെ എടുത്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ മനസ്സിലിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 മാസം 58 മാർക്ക്, 60 മാർക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്, 58 മാർക്കിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഹിസ്റ്ററി, ജോഗ്രഫി അതൊന്നും ഞാൻ പറയുന്നേ ഇല്ല. നിങ്ങൾ ഈ 3 മാസം ഈ ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്യും. ഇനി ഒരു എക്സ്ട്രാ ഒരു സാധനം കൂടിയുണ്ട്, കറണ്ട് അഫയേഴ്സ്. അത് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. എന്നാലും നിങ്ങൾ ഇന്ന് മുതൽ പത്രം വായിച്ച് പ്രധാനപ്പെട്ട കാര്യം പല ആളുകളോട് പറഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. എടാ, കറണ്ട് അഫയേഴ്സ് വരുന്ന പത്രത്തിൽ നിന്നാണ്, അല്ലാതെ അവർ പോയി തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും നോക്കിയിട്ടൊന്നും അല്ല PSC ആളുകൾ ഈ കറണ്ട് അഫയേഴ്സിന് ചോദ്യം ഇടുന്നത്. അത് തൊഴിൽ വാർത്തയാണ്. അപ്പോൾ നിങ്ങൾ തൊഴിൽ വാർത്തയല്ല, അത് ഡെയിലി വരുന്ന പത്രങ്ങളാണ്. ആ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ബുക്കിലോട്ട് എഴുതി വെക്കോ. ഉറപ്പായിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് 10ൽ നിന്ന് ഒരു 5 6 അവിടെ നിന്ന് കിട്ടും. പിന്നെ നിങ്ങൾ റാങ്ക് ഫയലോ അല്ലെങ്കിൽ PSC ബുള്ളറ്റിനോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ, അതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പത്രം വായിക്കുന്നത് എന്തായാലും ഡെയിലി നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. അല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ചെയ്യുന്നതാണെങ്കിൽ ചെയ്യും, നല്ല കാര്യം. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഒരു 10 15 കറണ്ട് അഫയേഴ്സ് ഒരു ദിവസം ഉണ്ടാകത്തുള്ളൂ. ആ 15 എണ്ണം മാർക്ക് ചെയ്യുക. ഡെയിലി അതുകൂടി വായിച്ചു പോയി കഴിഞ്ഞാൽ 58 10 68 മാർക്ക് ആൾറെഡി ആയി. ഈ 3 മാസം കൊണ്ട് ഈ 68 മാർക്ക് തീർത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു 32 മാർക്കേ ഉള്ളൂ. അതിൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ കംപ്ലീറ്റ് തീർക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഈ SCRT പാഠഭാഗങ്ങൾ, ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ തീർക്കാൻ അതിനൊരു 7 മാർക്ക് വരെ SCRT നല്ല ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അത് നമുക്ക് മറ്റൊരു പാർട്ടിൽ പറയാം. സോ നിങ്ങൾ ഇന്ന് പഠിക്കാൻ തീരുമാനിച്ച ആളാണെങ്കിൽ, തീരുമാനിക്കുക. അതിന് വേറെ എന്താണ് വേറെ ആരോടെങ്കിലും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നിങ്ങളുടെ ഫോക്കസ് ഏരിയ. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ ഈ 3 മാസം കൊണ്ട് 68 മാർക്കിന് നിങ്ങൾ പഠിച്ച് തീർത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആദ്യ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റും. ഒരു 70 മുകളിലേക്കുള്ള മാർക്കിലേക്ക് പോകാൻ പറ്റും. അതായത് ഇപ്പോൾ തന്നെ 68 മാർക്കായി. പിന്നെ നിങ്ങളുടെ കയ്യിൽ 3 മാസമുണ്ട്. ഈ പറയുന്ന ആദ്യത്തെ 3 മാസം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് റിവിഷനാണ്, ഇൻക്ലൂഡിങ് നിങ്ങൾ ഈ 68 മാർക്ക് പിന്നെ നോക്കുക വേണ്ടെന്നുള്ള അവസ്ഥയിലേക്കാണ് പോകേണ്ടത്. 68 മാർക്ക് ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിലും, മാത്സ് ആണെങ്കിലും, ഇംഗ്ലീഷ് ആണെങ്കിലും, മലയാളം ആണെങ്കിലും, പിന്നെ നമ്മളൊരു തിരിഞ്ഞുനോട്ടം ഇല്ല. അത് ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് തെറ്റാത്ത രീതിയിലുള്ള പഠനമാണ് അവിടെ വേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ 3 മാസം വേറെ ഒന്നും നോക്കേണ്ടെന്നല്ല, നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള മറ്റ് ടോപ്പിക്കുകൾ ഇതിനകത്തൊക്കെ ഉണ്ടാവും. അതിപ്പോൾ ചിലപ്പോൾ എക്കണോമിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹിസ്റ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ ജോഗ്രഫി ആയിരിക്കാം. അത് ഡെയിലി ഒരു 1/2 മണിക്കൂർ, ഒരുപാട് ടൈം ഒന്നും കൊടുക്കുക. കാരണം ആൾറെഡി നമ്മൾ വലിയൊരു ബൾക്ക് ടോപ്പിക് നമ്മുടെ കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 മണിക്കൂർ മതി. ഡെയിലി ഒരു 1/2 മണിക്കൂർ വീതം കുറച്ച് ഹിസ്റ്ററി, കുറച്ച് ജോഗ്രഫി ചുമ്മാ ഒന്ന് വായിച്ചു വെക്കോ. ഒരു ഹിസ്റ്ററി വായിക്കുന്നു, കുറച്ച് ജോഗ്രഫി വായിക്കുന്നു, അല്ലെങ്കിൽ SCRT ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ വായിച്ചോ. SCRT ജോഗ്രഫി തവണ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് അത് വായിച്ചു പോ. 1/2 മണിക്കൂർ വായിച്ചു, നിങ്ങൾ അറിയത്തില്ല. നിങ്ങൾ 3 മാസം ആകുമ്പോൾ ഒരു മേജർ ചങ്ക് ഓഫ് ടോപ്പിക്ക് നിങ്ങൾ തീർത്തിട്ടുണ്ടാവും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. നിങ്ങൾ ഭയങ്കരമായിട്ടോ ഇത്രയും സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചു, മാത്സ് പഠിച്ചു, ഹിസ്റ്ററി പഠിച്ചു, അങ്ങനെയൊക്കെ നോക്കണ്ട. ഇത് മെയിനായിട്ട് നമ്മൾ ഈ 5 ടോപ്പിക്കുകൾ പഠിക്കുന്നു. അതിനോടൊപ്പം തന്നെ എന്തായാലും വെറുതെ ഇരിക്കുമല്ലേ, കുറച്ച് ഹിസ്റ്ററി വായിക്കാം എന്ന് പറഞ്ഞിട്ട് 1/2 മണിക്കൂർ ഹിസ്റ്ററി വായിക്കും. പിന്നെ ഒരു 10 മിനിറ്റ് കിട്ടുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് ഇതിന്റെ കൂടെ വായിച്ചു പോകും. അങ്ങനെയാകുമ്പോൾ 3 മാസമാകുമ്പോൾ നിങ്ങളറിയാതെ പിന്നെ ഒരു 10 12 മാർക്ക് അവിടെ തീരുകയും ചെയ്യും. എങ്ങനെ വന്നു കഴിഞ്ഞാലും 3 മാസം കൊണ്ട് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, വേറെ ഒരു കാര്യമില്ല. ഈ 3 മാസം നിങ്ങൾ എന്ത് പഠിക്കുന്നു അതാണ് നിങ്ങളെ ജോലിയിൽ എത്തിക്കുന്നത്. അവസാന നിമിഷം വന്നിട്ട് നിങ്ങൾ എല്ലാം കൂടി തലമുത്തിന്ന് മറിച്ച് പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. വലിയ മാർക്കിലേക്ക് ചിലപ്പോൾ നിങ്ങൾ കട്ട് ഓഫ് ഒക്കെ ബ്രേക്ക് ചെയ്തൊക്കെ പോകുമായിരിക്കും. അതേ ഉള്ളൂ, ജോലിയിലേക്കുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പഠിച്ചു നോക്കുക. ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ബാക്കി ടോപ്പിക്കുകൾ എങ്ങനെയാണ് തീർക്കേണ്ടത്, അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് എത്ര സമയമാണ് കൊടുക്കേണ്ടതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സെക്കൻഡ് പാർട്ട് കൂടി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക.